വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വലിയ ലാഭം എടുക്കാതെ കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ വരുന്ന സെറ്റുകൾ അപ്പം സെയിലാവുന്നുണ്ട്. ഐപാഡാണ്, ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, ഇതിൻ്റെ മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അറിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചീത്ത വിളിക്കും. ചീത്തല്ല, നിങ്ങളിത് വാങ്ങാൻ വിളിക്കും. ഇത് ഇപ്പം കുറച്ച് ഫോൺ 2000 രൂപയ്ക്ക് ഫോണുണ്ട്. 2000 പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൽ ഉള്ളതിൻ്റെ പേരിൽ 1000 2000 രൂപ ഫോൺ കുറഞ്ഞ റേറ്റ് ഉണ്ടെങ്കിൽ അവരതും വാങ്ങിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കുഴപ്പമില്ല, സാധനം പെർഫെക്റ്റ് പുതിയതുപോലെ ഇരിക്കുന്നത്. സിമ്മിടാം, മെമ്മറി കാർഡിടാം. 6GB റാം, 64GB സ്റ്റോറേജ് എല്ലാം ഉള്ള സത്യം പറഞ്ഞ അല്ല നല്ല സെറ്റ് കൊള്ളാം. 6GB റാം. പിന്നെ നമ്മളെ സ്ഥിരം വന്ന് നമ്മളുടെ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ വിശ്വസിച്ച് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവര് വന്നതേ ജസ്റ്റ് വന്നതാണ്, ഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് വന്നതല്ല, എന്നിട്ടും അവരെടുത്ത് ഫോണ്. അതാണ് അവരൊരിത് മനസ്സിലായോ. നിങ്ങൾ അവിടെ മുമ്പ് ഫോൺ എടുത്തിട്ടുണ്ട്, 1 മാസം ആയില്ല. ഇതിപ്പോ ആർക്ക് കൊടുക്കണേ? ഇത് മോനെ നോക്കട്ടെ തൽക്കാലം. എന്തായാലും വരും. കൊച്ചുമോനല്ല നമ്മൾ ഏറ്റവും ആള്. ഇത് അവന് കൊടുത്തിട്ട് അവന്റെ ഇരിക്കുന്ന എനിക്ക് വേണം. എന്റെ ഫോണ് മൊത്തം തരുന്നു. എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കും. പൊട്ടലുണ്ട് ഗ്ലാസ്സിന്, നല്ല പൊട്ടലുണ്ട്. എന്നാലും ഡിസ്പ്ലേക്ക് അകത്ത് കുഴപ്പമൊന്നുമില്ല. സാധനം പെർഫെക്റ്റ് ആണ്. ഗ്ലാസ് മാറണ്ട, ഇത് മാറുന്നോണ്ട് കാര്യമൊന്നുമില്ല. ചെറിയ പൊട്ടല്. ഡിസ്പ്ലേ കണ്ട, എന്റെ ഡിസ്പ്ലേ കണ്ട ഇപ്പം പൊട്ടലുണ്ട്, അതിലും പൊട്ടലുണ്ട്. കാരണം ഡിസ്പ്ലേക്ക് അകത്തൊരു കുഴപ്പമില്ല, ഈ കാഴ്ചക്ക് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ക്യാമറ ക്വാളിറ്റി, ക്യാമറ ഉണ്ട്, ഫിംഗർ ഉണ്ട്, പിന്നെ 6GB റാം. ഞാൻ 4GB മിസ്റ്റേക്ക് ചെയ്തപ്പോൾ 6GB റാം. ഇതില് 4GB വരുന്നുണ്ട്, 2GB 3GB 4GB 6GB. ഇത് 6GB, കുഴപ്പമില്ല. ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ചാനലിന്റെ വക. ആദ്യം വാങ്ങിച്ചപ്പോൾ തന്നായിരുന്നല്ലേ, ഇപ്പൊ വാങ്ങിച്ചു ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും വേറൊരു കാര്യമുണ്ട്. ചെയ്യുമ്പോ നമ്മളെല്ലാം ഓഫർ. ഇത് നമ്മളെ ചാനലിന്റെ വക, സെറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി വരണം, ഒരായെടുത്തിട്ട് പോ. കണ്ടില്ലേ, നമ്മുടെ ഷോപ്പിൽ വരുന്ന മിക്ക ആൾക്കാരും പറയുന്നത് ഇതാണ്. സാധാരണ ആൾക്കാർ ഒന്ന് പറയുന്നത്, നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് ഇവിടെ സിറ്റിയിൽ വന്നതിൻ്റെ പേരിൽ ഇവിടെയും കൂടെ വന്നിട്ട് പോകാം, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളിൽ ഫോൺ ഉണ്ടെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ ഒരു ഫോൺ 2000 രൂപ മുടക്കി ചുമ്മാ അവിടെ നിന്ന് ഈ സിറ്റിയിൽ നിന്ന് ഇതുവരെ വരാനായിട്ട് ഒരു 6 കിലോമീറ്റർ ഒരു ബസ് കയറി വരേണ്ടി വരും. അങ്ങ് ഇത്രയും മെനക്കെട്ട് ഇതുവരെ വന്ന് സെറ്റ് ഉള്ളതിൻ്റെ പേരിൽ 1000 2000 രൂപ ഫോൺ കുറഞ്ഞ റേറ്റ് ഉണ്ടെങ്കിൽ അവരതും വാങ്ങിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ പലർക്കും ഒരു പുച്ഛം തോന്നും, അതെന്താണ് അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമെന്ന്. ഗൈസ്, അങ്ങനെയും ആൾക്കാർ വരും. ചുമ്മാ അവർ ഉണ്ടെങ്കിലേ വാങ്ങിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരാം എന്ന്, ഇനി വരുമ്പോൾ ഇങ്ങോട്ട് വരാം, ദൂരം നിന്നൊക്കെ വരുന്നല്ലേ, വരുമ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നവർ അങ്ങനെ ഉണ്ട് ആൾക്കാർ. പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അതൊരു വിശ്വാസക്കുറവുണ്ടാവും, പക്ഷെ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിൽ ഇന്ന് ഉള്ള കുറച്ച് കളക്ഷൻസ് കാണാമേ, വളരെ കുറച്ച് 2-3 ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് സാധനങ്ങളൊന്നുമില്ല. സത്യമായിട്ടും സാധനം ഒന്നുമില്ല. നമ്മളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വലിയ ലാഭം എടുക്കാതെ കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ വരുന്ന സെറ്റുകൾ അപ്പം സെയിലാവുന്നുണ്ട്. നമ്മൾ വലിയ എമൗണ്ട്, വലിയ ലാഭമാണ് പ്രതീക്ഷിച്ച് ഒരുപാട് ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വലിയ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് 1 5 6 മാസം ആ ഫോൺ നമ്മുടെ ഇരിക്കും. നമ്മളിപ്പോൾ വളരെ കുറഞ്ഞ ലാഭത്തിന് വിൽക്കുന്നതുകൊണ്ടാകാം പറ സെറ്റ് സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ച് ഫോണുകൾ കാണാം. ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഐപാഡാണ്, ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. ഒരു കിടിലൻ ഐപാഡ് നമുക്ക് ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, ഇതിൻ്റെ മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അറിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചീത്ത വിളിക്കും. ചീത്തല്ല, നിങ്ങളിത് വാങ്ങാൻ വിളിക്കും. അപ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ, ഇത് കണ്ടു നോക്ക്. കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഞാനിത് പറ്റിക്കുന്നൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ കോട്ടയത്ത് വിളിച്ചാൽ മതി, അല്ല ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ OnePlus ഉണ്ട്. OnePlus വന്നിട്ട് സത്യം ഇത് ഇപ്പം കുറച്ച് ഫോൺ 2000 രൂപയ്ക്ക് ഫോണുണ്ട്. 2000 രൂപയ്ക്ക്
ഒരു A5s ഉണ്ട് എൻ്റെ കയ്യിൽ. 2000 രൂപ. ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എന്നാലും ഗ്ലാസ് ചെറിയൊരു പൊട്ടലുണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ് 2000 രൂപ ഉള്ളൂ. 3GB RAM 32 സ്റ്റോറേജ് 2000 രൂപയ്ക്ക്. വേറെ ഡിസ്പ്ലേക്ക് അകത്തൊന്നും യാതൊരു കുഴപ്പമില്ല, ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടൽ, അത് കാണാനൊന്നും പറ്റില്ല. കാണുന്നുണ്ടോ എന്തെങ്കിലും ഡിഫക്റ്റ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൽ പറയാനായിട്ട് വലിയ കുറ്റം കുറവൊന്നും ഇല്ല, ചീത്ത കളിക്കല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറഞ്ഞ വലിയ ഇതൊരു ടാബുണ്ട് ഗൈസ്. ടാബ് ഇത്ര വിളിച്ച് ചോദിച്ചെന്നറിയാം, അപ്പോൾ സാധനമില്ല. ഇപ്പോഴത്തെ സാധനം ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടി. ഇതോ നോക്കിയാണ്, ടാബ് 3 ആണ് മോഡൽ. ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല, സാധനം എല്ലാം പെർഫെക്റ്റ് പുതിയതുപോലെ ഇരിക്കുന്നു ഗൈസ്. സിമ്മിടാം, മെമ്മറി കാർഡ് ഇടാം. എൻ്റെ 4G സിം ഇടാം, മെമ്മറി കാർഡ് ഇടാം. 5G ഇടാൻ പറ്റില്ല കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയുള്ള ടാബ് 3 സാംസങ്ങിൻ്റെയാണ് സാധനം. 3000 രൂപ ഉള്ളൂ, വെറും 3000 രൂപ. ലാഭമല്ലേ ഗൈസ്, ചീത്ത വിളിക്കല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ OnePlus ആണ്. ഈ സത്യം പറഞ്ഞാൽ ഈ ഇത്രയും സാധനം ജസ്റ്റ് 10 മിനിറ്റ് എൻ്റെ കിട്ടിയിട്ടുള്ളൂ, 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ ഇതെൻ്റെ കയ്യിൽ വന്നിട്ട്. അപ്പം തന്നെ ഞാൻ നിങ്ങൾ വലിയ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. 2 ദിവസം സാധനമൊന്നും ഇല്ല നിങ്ങൾ തരാനായിട്ട്, കുറഞ്ഞിടയ്ക്ക് തരാനായിട്ട്. ഈ OnePlus കൊള്ളാം കേട്ടോ. OnePlus Nord 2 5G ആണേ. OnePlus Nord 2 5G 8GB റാമേ ഉള്ളൂ, +4 ഉണ്ട്. വേണ്ട 4500 mAh ബാറ്ററി ഹെൽത്ത് വരുന്നത്. ഡയമണ്ട് സിറ്റിയാണ്, 1200. പിന്നെ 128 ഉള്ളൂ സ്റ്റോറേജ്, ഇത്രയേ ഉള്ളൂ Nord 2 5G ഗൈസ്. ഇത് വന്നിട്ട് ഇത് വേറെ ഡിഫക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അവർ പൊളിച്ചിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് പൊളിച്ചിട്ടോ പണി ചെയ്തിട്ടോ ഒന്നുമില്ല എന്നാണ് തന്ന ആൾ എന്നോട് പറയുന്നത്. പക്ഷേ ബാക്ക് കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പൊളിച്ചതുപോലെയും തോന്നുന്നുണ്ട്. ബാക്ക് ഗ്ലാസ് മാറിയതായിട്ട് എനിക്കൊരു ഫീൽ, ഇവിടെ ഗ്യാപ്പ് കിടക്കുന്നു, മാറിയതായിട്ട് ചെറിയൊരു ഫീലും എനിക്കുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, സാധനം ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെയാണ്, വേറെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഫീൽ ആവുന്ന ബാക്ക് ഗ്ലാസ് മാറിയതുപോലെ എനിക്ക് ഫീൽ ആവുന്നു, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് 11 രൂപ ചോദിക്കുന്നു ഗൈസ്, 11 രൂപ 5G സെറ്റ്. കുഴപ്പമില്ല, ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി, അത്രേ പറയുള്ളൂ ഞാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടാബ് ഫസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കാണില്ല, അതാണ് ഞാൻ പറഞ്ഞത് ചീത്ത വിളിക്കല്ലോ. അപ്പം അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കാണില്ല. 32 സ്റ്റോറേജ് ഉണ്ട് കേട്ടോ സാധനത്തിൽ. ടാബ് ഫസ്റ്റാണ് സാധനം. അപ്പോൾ അതിൻ്റെ അറിയാമല്ലോ, വേറെ ഞാൻ എടുത്ത് പറഞ്ഞത് വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. വേറെ യൂട്യൂബ് കാണാൻ പറ്റുന്ന വെച്ചാൽ പറ്റില്ല. ക്രോം അതിൻ്റെ ബ്രൗസർ കയറി നിങ്ങൾക്ക് യൂട്യൂബ് കാണുകയോ എന്ത് ആ ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുക്കാം, അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കാം. ക്യാമറ ഒന്നും പോരാ കേട്ടാ, ഇതിൻ്റെ അത്ര പഴയ ഇതൊന്നും കിട്ടില്ല. പിന്നെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. 4000 രൂപ വരുന്നു, 4000 രൂപ ചുമ്മാ തന്നെ വാങ്ങിക്കരുത്. 4000 രൂപ കൊടുത്ത് കുഴപ്പമില്ല, വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാധനം ഫ്രീ ഉണ്ട്. ഈ സാധനത്തിൻ്റെ കൂടെ ഈ ഒരു സാധനം ഫ്രീ, പൗച്ചാണ്, വേറെ ഒന്നുമില്ല, തരാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്കറിയാം നമ്മൾ എന്തെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ വാങ്ങിച്ചുള്ളൂ ഈ കമൻറ്റ് ബോക്സ് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് ഓഫറായിട്ട് തരാൻ വേണ്ടിയിട്ട്. ഓഫർ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എന്നാലും നിങ്ങൾ ഇതൊക്കെ ഒരു ഓഫറായിട്ട് കണ്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചെയ്യാൻ വരാൻ ശ്രമിക്കും. ഇപ്പോൾ സാധനങ്ങൾക്ക് വളരെ കുറവാണ്, വന്നവർക്കെല്ലാം അറിയാം. നമ്മൾ വന്നവർക്ക് മാക്സിമം നമ്മൾ സാധനം കൊടുത്ത് വിടുന്നുണ്ട്, വീണ്ടും തരും. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം, ബൈ.